സ്നേഹപ്പെട്ട എല്ലാവർക്കും പരിചയത്തിലേക്ക് സ്വാഗതം. എബ്രായർക്ക് ലേഖനം 12:1-3 വാക്യങ്ങൾ. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായർ 12:1 വാക്യം. ജെയിംസ് എന്ന പേരുള്ള ഒരാൾ അമേരിക്കയുടെ പടിഞ്ഞാറ് തീരത്തുകൂടി 2011 കിലോമീറ്റർ ദൂരം സൈക്കിൾ യാത്ര നടത്തി. യാത്ര 1946 കിലോമീറ്റർ പിന്നിട്ട് സമയം. അദ്ദേഹത്തെ ഒരു സുഹൃത്ത് സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ ടെൻറ്റും മറ്റും അടങ്ങിയ ബാഗ് മോഷണം പോയി എന്നറിഞ്ഞ സുഹൃത്ത് തൻ്റെ ബ്ലാങ്കറ്റും എല്ലാം നൽകാമെന്ന് പറഞ്ഞു. അയാൾ നിരസിച്ചുകൊണ്ട് പറഞ്ഞത് തെക്കോട്ട് യാത്ര ചെയ്യും തോറും ചൂട് കൂടി വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒഴിവാക്കണമെന്ന് വരുമെന്ന ലക്ഷ്യത്തേക്ക് എത്തും തോറും കൂടുതൽ ക്ഷീണനാകും എന്നതുകൊണ്ട് ചുമക്കുന്ന ഭാരം പരമാവധി കുറച്ചു കൊണ്ടുവരണം. ജെയിംസിന് തിരിച്ചറിവ് കൊള്ളാം. ഇത് തന്നെയാണ് എബ്രായ ലേഖന ചിന്തയും. ജീവിത യാത്ര തുടരും തോറും സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് ഭാരം കുറച്ച് യാത്ര ചെയ്യണം. യേശുവിൽ വിശ്വസിക്കുന്നവർ എന്ന നിലയിൽ ഈ ഓട്ടം ഓടുന്നതിന് സ്ഥിരത ആവശ്യമാണ്. മുന്നോട്ട് പോകുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ക്ഷമയില്ലായ്മ, നിസ്സാര കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കൽ എന്ന് തുടങ്ങി യാത്രയെ തടയുന്ന ഭാരങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. യേശുവിൻ്റെ സഹായമില്ലാതെ നന്നായും ഭാരമില്ലാതെയും ഈ ഓട്ടം പൂർത്തീകരിക്കാനായില്ല. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടക്കാതെ ഇരിപ്പാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കാം. നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത് എന്താണ്? എങ്ങനെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഭാരം ഒഴിവാക്കി സ്ഥിരത കൈവരിക്കാൻ കഴിയും? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തിനായി നന്ദി. എൻ്റെ ഓട്ടത്തെ തടയും വിധം എന്നെ കൊടുക്കുന്ന പാവത്തെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ആവശ്യമായി ജ്ഞാനോ വിവേകം എനിക്ക് തരണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.